മോയ് ഫുഡ് റെഡിയാ? ഇല്ലടാ, കുറച്ചും കൂടെ താമസമുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. കേശുവേ, ഓ ഈ സാധനങ്ങളൊന്നും മേടിച്ചിട്ട് വരാൻ പറ്റുമോ? കടയിൽ പോയി പഠിച്ചോണ്ടല്ലോ. പൈസ ബാഗിൽ നിന്ന് എടുത്തോ. ഓക്കെ. വേണ്ട, ഈ തങ്ക പോലുള്ള കൊച്ചിനെ കുറിച്ചാ നീ അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയേ. മോയ്, ഇപ്പം എന്തായാലും ഞാൻ സാധനം മേടിക്കാൻ പോവല്ലേ. ഇവിടെ ഫുഡ് റെഡി ആയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഇപ്പൊ പോകുന്ന വഴിക്കേ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇങ്ങ് വന്നാൽ മതിയാ. തിരിച്ചൊരു മോട്ടർ വിളിച്ചു വരാം. ഈ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഉളുക്കി പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആ മതി മതി. കറിയായില്ലേ അമ്മ? കറിയായിട്ടുണ്ടല്ലോ. ദോശ ഇട്ട് കൊടുക്കേ. മക്കളെ കുറച്ചും കൂടെ സാധനം എഴുതാനുണ്ട്. എഴുതിട്ട് അമ്മ വിളിക്കാം. ലിസ്റ്റിംഗ് നിനക്ക്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആ പോയിട്ടോ. ഇപ്പൊ പോയ കൊച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞു തന്നെ സത്യം. അല്ലെങ്കിലേ അവനാണെങ്കിൽ പൈസ ചെലവാക്കും. ഇതാവുമ്പോ 100-300 രൂപ നിന്റെ കയ്യിലിരിക്കും. ആ ഞങ്ങളെ പോലെ പാവമല്ല ഇപ്പോഴത്തെ പിള്ളേര്. അതാടി എനിക്കാ തെറ്റ് പറ്റിയത്. എനിക്കാ തെറ്റ് പറ്റിയത്. എനിക്ക് ചോക്ലേറ്റ്. എന്താ ചോക്ലേറ്റ് തിന്നൂടെ? ഓ തിന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്തിനാ വന്നെന്ന് തിന്നുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു ചേട്ടനുണ്ട്, ഇതുപോലത്തെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കൂല. ഓഹോ, മക്കളെ ആക്കിയതാണ്. ഞാൻ നിനക്കൊന്നും തരത്തില്ലെന്നല്ലേ? സത്യമല്ലേ? പിന്നെ ഞാൻ ചോക്ലേറ്റ് കാണാൻ നടക്കൂലേ പാടി. വേണമെങ്കിലേ എന്നാ ഞാൻ ചുമ്മാ പറഞ്ഞു. എന്നാ എനിക്കതും വേണ്ട. കഴിക്ക്. എന്നാ പിന്നെ ഇങ്ങോട്ട്. അതുപോലെ ഇത്ര നീ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് സങ്കടമായാലോ. എന്തുകൊണ്ടാണ് ഈ കെട്ടിയിട്ടേക്കുന്ന വടവും? നീ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കണ്? കൊറേ ഇല്ല. ഇല്ലേ? കൊള്ളാവോ? ഓ അല്ല, ശരിക്കും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്തേന്ന് ബോറടിച്ചപ്പോ ഇവിടെ നിന്നേ. ഓ അത് വല്ലാത്ത ബോർഡ് ചെയ്യപ്പോയല്ലോ അല്ലേ? കുറച്ചേരം ഫോണിൽ കളിക്കാന്ന് ചോദിക്കുമ്പോ ഫോൺ തരത്തില്ലല്ലോ. ഫോൺ തരാമല്ലോ. ഒരു കാര്യം ചെയ്യും, നീ അമ്മയടുത്തൊന്ന് ചോദിച്ചോ. എന്നാ വേണ്ട. ഈടാ ഒരു കാര്യം ചെയ്യ മക്കളെ, വീട്ടിക്ക് വീട്ടിൽ കയറിപ്പോ. വേറെ ആരെങ്കിലും വന്ന് ചാക്കിട്ടോണ്ട് പോടി. ചാക്കിലിടുന്ന എന്തിന്? ഞാൻ നടന്നു പോത്തില്ലേ. ആരെങ്കിലും വന്ന് വിളിച്ച് ഇറങ്ങിപ്പോയിരിക്കുവാണോ? കയറിപ്പടി. ഓ ഞാനൊരു ഫോൺ ചേട്ടങ്ങ് വന്നേക്കാം. ആരെങ്കിലും തിരക്കിയാ പറഞ്ഞേക്കും. വീണ്ടും ചോക്ലേറ്റ്? വീണ്ടും ചേട്ടനോ? വീണ്ടും ചേട്ടൻ തന്നെ. എന്നാ ഈ ചോക്ലേറ്റിലാണ് വാലടിച്ച് തിന്നാലേ കല്ലല്ലാണ്ട് ഉരി പോകും. പോവാനുള്ള പല്ലല്ലേ? ഓഹ് ഭയങ്കര തന്നെയല്ലേ. ആര് എന്നത്? ചേട്ടന് വേണോ? വേണ്ട. വേണ്ടേ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? അല്ല തന്നാ തിന്നി. എന്നാ കഴിച്ചോട്ടാ. നിനക്ക് നാണൂലേടാ? ഇത്രയും പ്രായമില്ല കൊച്ചിനെ മിഠായി മേടിച്ച് കഴിക്കാൻ. ഞാൻ എന്തിനാ നാണിക്കുന്നേന്ന്? അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. അവള് നിനക്ക് സ്നേഹത്തോടെ ഒന്നൊന്നുമല്ല. നിന്റെ കൊതി കിട്ടണ്ടല്ലോ. ആ കൊച്ചിനെ വയറ് ചീത്തയുണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നതാ. ആണെങ്കിൽ ചോദിച്ചു നോക്ക്. ആണാ? അപ്പൊ നീ നേരത്തെ എനിക്ക് മുട്ടായി തന്നതും ഇതേപോലെ തന്നെ? അത് എവിടെ ഉണ്ടല്ലോ. നിനക്ക് ആരുടെ മുട്ടായി തന്നത്? നീ എന്താ കൊച്ചിനെ വരട്ടണേ? ഇവിടെ മിഠായി മാത്രമല്ല, ഇവിടെ സ്നാക്സും ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും പിന്നെ കുറെ ജ്യൂസും അതൊക്കെ ഇരിപ്പുണ്ട്. എവിടെ? ഞാനൊന്നുമില്ലല്ലോ. നീ എങ്ങനെ അറിയും? നീ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. നിന്നെ പേടിച്ചല്ലോ ഒളിപ്പിച്ചു വെച്ചേക്കും അമ്മ. അമ്മേ പാർവേ, നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് പാലിൽ കലക്കി തരാൻ വേണ്ടിയിട്ട് അമ്മ ഒരു പൊടി മേടിച്ച് വെച്ചിരുന്നില്ലേ? അത് നിനക്ക് എന്തെങ്കിലും അമ്മ കലക്കി തന്നിട്ടുണ്ടോ? എപ്പോ? അങ്ങനെയൊക്കെ ഉണ്ടായി. നിനക്ക് കലക്കി തരാൻ മേടിച്ച സാധനം ഉണ്ടല്ലോ, നിന്നെ ചേട്ടൻ തിന്ന് തീർത്ത്. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ആണേട്ടാ? അങ്ങനെയാണ്. ഞാൻ തിന്ന് തീർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശിച്ച് കയറിയതല്ല. ഇങ്ങനെ പോയപ്പോ കേറി ഇറങ്ങി കുറച്ചായിട്ട് മൊത്തം അങ്ങോട്ട് കഴിച്ച് തീർത്ത്. ചെറുതായിട്ട്. ഞാൻ ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ പോയപ്പോഴേ ഇരുട്ടത്ത് കുപ്പിയും പിടിച്ചിങ്ങനെ നിക്കുക കള്ളൻ. അതൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യം എന്തിന്? പണ്ട് കിടന്ന കാര്യമല്ലേ? പണ്ട് കിടന്ന കാര്യ. ഒരു 3 ആഴ്ച പോലും ആയിട്ടുണ്ടാവില്ലല്ലോ നടന്നിട്ട്. ഞാനേ എവിടെ മേടിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞേ? ഇതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ അറിയാതല്ലേ ഈ വീട്ടില്. എടാ നീ അറിഞ്ഞെങ്കിൽ ഈ കൊച്ചിനെ മിഠായി പോലും കഴിക്കാൻ കിട്ടൂലായിരുന്നു. ശരിയാക്ക്. ശരിക്കും കഴിക്കാൻ മേടിച്ചു വെച്ചിട്ടുണ്ടോ ചേച്ചി? എവിടെന്ന്? നിന്റെ ചേട്ടൻ മണ്ടൻ പറഞ്ഞൊക്കെ വിശ്വസിക്കും. അതിന്ന് ചെറിയൊരു കടി തരൂ. കഴിച്ചോ.